അപ്പേച്ചി ഞങ്ങളുടെ പ്രേമയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തീരാറായി. പ്രദീപ, ഞാൻ അറിഞ്ഞു പ്രദീപ, നന്നായിട്ടുണ്ട്. എന്തായാലും ഇന്ന് പപ്പേച്ചി ഞങ്ങളുടെ കൂടെ പ്രേമയാത്രയിൽ വരണം. പപ്പേച്ചിയുടെ അച്ഛനോടുള്ള ജനങ്ങളുടെ സ്നേഹം അതെന്തായാലും പപ്പേച്ചി ഉള്ളപ്പോൾ ഞങ്ങൾക്കും കൂടെ കിട്ടൂലോ. പ്രദീപ, എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇന്ന് നമുക്ക് അങ്ങ് പോയേക്കാം. നമുക്ക് ഇറങ്ങാം. പ്രേമയാത്ര ഹൊയ് ഹൊയ്, പ്രേമയാത്ര ഹൊയ് ഹൊയ്, പ്രേമയാത്ര ഹൊയ് ഹൊയ്. വേഗം വന്നടാ, 5-6 വീട് കയറി കൂട്ടി വയ്ക്കാനുള്ള പ്രേമയാത്ര ഹൊയ് ഹൊയ്, പ്രേമയാത്ര ഹൊയ് ഹൊയ്. ഹായ് താമര. മോനെ പ്രദീപ, മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിലേക്ക് തന്നെയല്ലേ പോവുള്ളൂ. അച്ഛനെ എനിക്ക് അറിഞ്ഞിട്ട പേരാ അത്, അറിയോ? താമരയിൽ നിന്നുണ്ടായത് താമരയിലേക്ക് തന്നെ പോവുക. ടാറ്റാ. പ്രതിവേട്ടാ, പപ്പിയച്ച് ചതിച്ച് കുതിര കച്ചവടമാടാ. പക്ഷെ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. പ്രതിവേട്ടാ, അപ്പന് പേരുദോഷം ഉണ്ടാക്കിയോള്. വേണ്ട വേണ്ട, അമ്മാതിരി കമന്റൊന്നും ഇവിടെ വേണ്ട. നീ ജയ് വിളിച്ചാൽ മതി. അല്ല പ്രതിവേട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. പ്രേമയാത്ര ഹൊയ് ഹൊയ്, പ്രേമയാത്ര ഹൊയ് ഹൊയ്, പ്രേമയാത്ര ഹൊയ് ഹൊയ്, പ്രേമയാത്ര ഹൊയ് ഹൊയ്. ഹലോ, ആണോ പ്രതിവേട്ടാ? എന്താടാ പ്രതിവേട്ടൻ നല്ല സ്ഥാനാർത്ഥി. വേണുവേട്ടനാ, വേണുവേട്ടൻ പ്രതിവേട്ടനെ മാറ്റി. നമസ്കാരം സാർ, 28 ചാനലിൽ നിന്നാണ്. സ്ഥാനാർത്ഥിത്വം മാറുന്നതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സ്ഥാനാർത്ഥിത്വം എന്ന് പറയുമ്പോൾ അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ലേ. പാർട്ടിയുടെ തീരുമാനം അത് എന്ത് തന്നെ ആയാലും ഞാനത് ശിരസാ വഹിക്കും. നല്ലൊരു നേതാവല്ലേ വരുന്നത്. പാർട്ടി പിന്നിൽ നിന്ന് കുത്തിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്നത്തെ ഈ ഞാനായിരിക്കുന്നത് പാർട്ടി കാരണമാണ്. ഒന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനായി എന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ MLA, പിന്നെ MP, ഇതെല്ലാം ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവരക്തമാണ് എൻ്റെ പാർട്ടി. അല്ല, പാർട്ടി അല്ലല്ലോ, ജനങ്ങളല്ലേ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പോൾ താങ്കൾക്ക് ജനങ്ങളോടല്ലേ കൂറ് വേണ്ടത്? അപ്പം മറ്റോമാരുടെ ആളാണോ? സെന്റിമെന്റ് അടിച്ചോ പ്രതിവേട്ട, സെന്റിമെന്റ്. എന്നെ അങ്ങനെ തളർത്താൻ നോക്കണ്ട. എൻ്റെ ഈ കൈ മുറിച്ചാലുണ്ടല്ലോ, ഇതിൽ നിന്ന് വരുന്ന ചോര അത് ചുവപ്പ്, പച്ച, വെള്ള നിറത്തിലെ പുറത്തേക്ക് വരുള്ളൂ. എൻ്റെ ജീവരക്തം, എൻ്റെ തലച്ചോറ്, എൻ്റെ കിഡ്നി, എൻ്റെ ലിവർ, എൻ്റെ ആമാശയം, എൻ്റെ ഹൃദയം, ഇത് എല്ലാം പാർട്ടിയുടെയാണ്. എൻ്റെ ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ ഒന്ന് പറഞ്ഞു വിടടാ ഈ മാരണത്തിന്. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു. അല്ല, പ്രസിഡന്റ് താങ്കളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? പ്രതിവേട്ട, പ്രസിഡന്റിന്റെ അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കും പ്രതിവേട്ട. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഞാനൊരു മയിൽപീലിയാണ്. പുസ്തകത്തിനകത്തിരിക്കുന്ന മയിൽപീലി പ്രസവിക്കില്ല. പക്ഷെ ഞാനെന്ന മയിൽപീലി അങ്ങനത്തെ മയിൽപീലി അല്ല. പകരം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലിരുന്ന് പെറ്റുപെരുകി വീണ്ടും മയിലായി മാറുന്ന മയിൽപീലിയാണ്. അതുകൊണ്ട് ഈ പ്രദീപന്റെ പേരിലുള്ള എല്ലാ ചുവരെഴുത്തും ഞാനായിട്ട് തന്നെ മാറ്റി വേണുവേട്ടന്റെ ചുവരെഴുത്താക്കി മാറ്റാൻ പോവുകയാണ്. അതാ നമ്മുടെ പുതിയ സ്ഥാനാർത്ഥി വരുന്നുണ്ടല്ലോ. പ്രേമൻ, ആ പ്രാങ്കൂട്ടം സുഖല്ലേ? ഏതൊന്നും പണ്ടേ പോയി, അയ്യിന്നിപ്പോ ഒന്നും പോയി. ഇപ്പൊ അയ്യോന്നായി. എന്ത് സുഖം. ഞാനല്ലേ വന്നത്. നമുക്ക് പ്രചരണമൊക്കെ തുടങ്ങണ്ടേ പ്രദീപ? അല്ല, പുതിയ നേതാവിനെ വരവേൽക്കുന്നില്ലേ പ്രതിവേട്ടാ? പിന്നെ സ്വാഗതം വേണുവേട്ടാ. അയ്യോ, വേണുവേട്ടൻ വല്ലാതെ വേർതിരിക്കുന്നു. കളറും പറഞ്ഞു. എന്തൊരു സ്നേഹം, നന്ദി. അപ്പൊ നമ്മൾ തുടങ്ങൂലേ? ശരി. പക്ഷെ ഞാനേ ആ ഭിത്തിയിൽ എഴുതി മാറ്റി എഴുതിട്ട് വന്നേക്കാം. നിങ്ങൾ നടന്നു. ശരി. വേണുയാത്ര ഹൊയ് ഹൊയ്, വേണുയാത്ര ഹൊയ് ഹൊയ്, വേണുയാത്ര ഹൊയ് ഹൊയ്. നേതാവ്, ഇന്ന് നമുക്ക് ഇവിടെയാണ് വോട്ട് ചോദിക്കാനുള്ളത്. എല്ലാവരെയും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അണികളെല്ലാം നിൽക്കുന്നത്. ഒരു വോട്ടറെങ്കിലും കാണിച്ചു തരാവോ? പാർട്ടി ഉണ്ടാക്കാൻ നടക്കുന്നു. ദൈവമേ, പണി പാളിയോ? വോട്ടർമാർ ഇപ്പൊ വരും. കുളവിക്കൂട് കുത്താൻ പോയാ സാറേ. കുളവിക്കൂട് ഞാൻ ഈ കളിക്കില്ല. ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവാ. വേണോ? അടി വന്നാലേ തരുള്ളൂ. വരാം. പോയാ അടി വന്നാൽ തരാം. പോയാ അടി വന്നാൽ തരാം. പോയാലടി വന്നാൽ തരാം. പോയാലടി